കർത്താവിൻ്റെ പരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പകൽ കൂടി ദൈവസ്ഥന് നമുക്കായിരിക്കാൻ ദൈവം അനുവദിച്ചതിനാൽ സ്തോത്രം. കഴിഞ്ഞ രാത്രിയിൽ അനേകർ വിശ്രമിച്ചു. എന്നാൽ ഒരു പുതിയ ദിവസം കാണാതെ ഈ ലോകത്ത് മാറ്റപ്പെട്ടപ്പോൾ നമ്മെ സന്തോഷത്തോടെ ഉണർന്ന് ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം നമുക്ക് അവസരം ഒരുക്കിയതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. 102-ാം സങ്കീർത്തനം അതിൻ്റെ 2-ാം വാക്യം വായിക്കുമ്പോൾ ഇപ്രകാരം നമുക്ക് വായിപ്പാൻ കഴിക്കുന്നുണ്ട്. കഷ്ട ദിവസത്തിൽ നിന്റെ മുഖം എനിക്ക് മറയ്ക്കരുത്, നിന്റെ ചെവി എങ്കിലേക്ക് ചായ്ക്കണമേ. ഞാൻ വിളിക്കുന്ന നാളിൽ വേഗത്തിൽ എനിക്ക് ഉത്തരമരുളേണം എന്ന സങ്കീർത്തനത്തിൽ വായിപ്പാൻ കഴിയുന്നുണ്ട്. തൻ്റെ ദുഃഖമെല്ലാം ദൈവത്തിന് പറഞ്ഞുകൊണ്ട് ഒരു തകർന്ന വ്യക്തിയാണ് ദൈവത്തിനിൽ പ്രാർത്ഥിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഇവിടെ പറയുമ്പോൾ കഷ്ട ദിവസത്തിൽ നിന്റെ മുഖം എനിക്ക് മറയ്ക്കരുത്. കഷ്ട ദിവസത്തിൽ ആരുടെയെങ്കിലും മുൻപിൽ പോയി നമ്മുടെ കഷ്ടത പറഞ്ഞാൽ അവർ ഒരുപക്ഷെ മുഖം മറത്തെന്ന് വരാം. അവരൊരുപക്ഷെ നമ്മോട് കാര്യമായി സംസാരിച്ചില്ലെന്ന് വരാം. അവർ നമ്മെ വിട്ട് മാറിപ്പോകാം. എന്നാൽ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഹൃദയ തകർച്ചയോട് വേദനയോട് ആമേൻ. ദൈവമേ, കഷ്ട ദിവസത്തിൽ നിന്റെ മുഖം എനിക്ക് മറയ്ക്കരുത്, നിന്റെ ചെവി എങ്കിലേക്ക് ചായ്ക്കണമെന്ന്. കഷ്ട ദിവസത്തിൽ ഒരുപക്ഷെ പൂർണ്ണമായി അവന് ദൈവസന്നിൽ പ്രാർത്ഥിപ്പാൻ വളരെ ശബ്ദമെടുത്ത് പ്രാർത്ഥിപ്പാൻ ഒരുപക്ഷെ അവൻ്റെ കഷ്ടത്തിൽ സാധിച്ചില്ലെന്ന് വരാം. ഹൃദയം തകർന്നുകൊണ്ട് അവൻ്റെ ശബ്ദം കേൾപ്പാൻ ഒച്ച എടുത്ത് പറയാതെ വണ്ണം ഞരങ്ങിക്കൊണ്ട് ഇരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. പറയാണ്, കർത്താവേ, എൻ്റെ കഷ്ടതയിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ ചെവിയെങ്കിലേക്ക് ചായ്ച്ച് എന്നെ നിലവിളി കേൾക്കണമേ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ ഏത് കഷ്ടതയിൽ കൂടിയാണ് കടന്നു പോകുന്നത്? ഏത് പ്രയാസത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്? കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള വിഷയമാണോ? അല്ല വീടിനെ കുറിച്ചുള്ള, സമ്പത്തിനെ കുറിച്ച്, ഏത് വിഷയത്തിൽ കുറിച്ചാണ് നിങ്ങൾ കഷ്ടത്തിൽ കൂടി കടന്നു പോകുന്നത്? എല്ലാം അറിയുന്ന ദൈവസനിൽ പറഞ്ഞാൽ മതി. ഒരുപക്ഷെ വലിയ ഒച്ചയെടുത്ത് പറയുവാൻ സാധിച്ചില്ലെന്ന് വന്നാലും ഹൃദയത്തിൻ്റെ തകർന്ന ഹൃദയത്തോട് വേദനയോടുകൂടെ ദൈവസന്നിൽ, കർത്താവേ, എൻ്റെ കഷ്ടത്തിൽ എന്നെ സഹായിക്കണം എന്ന് നിലവിളിച്ചാൽ നാം നിലവിളിക്കുന്ന സ്ഥലത്ത് നമ്മുടെ കർത്താവ് വന്ന് നമ്മെ സഹായിക്കും. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മുടെ കഷ്ടത ദൈവത്തോട് അറിയിക്കാം. ഏത് പ്രയാസമായിരുന്നാലും ദൈവം അതുകൂടി, നമ്മുടെ ജോലിയില്ലായ്മയാണോ, നമ്മുടെ പ്രശ്നമാണോ, ദൈവസന്നിധി ഏൽപ്പിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. അൻപുള്ള കർത്താവേ, നല്ല ദൈവമേ, ഞങ്ങളുടെ കഷ്ടത്തിൽ ഞങ്ങളെ സഹായിക്കാമെന്ന് അങ്ങ് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ആകയാൽ അങ്ങയുടെ മുഖത്തേക്ക് നോക്കട്ടെ, ഞങ്ങളെ സഹായിക്കണമേ. കൃപയിൽ പൊതിയും ഓരോ ദിവസവും ജയിപ്പാൻ ആവശ്യമുള്ള കൃപ പകരും. മഹത്വം തിരുമേനിക്ക് അർപ്പിക്കുന്നു. രക്ഷകൻ അൻപുള്ള നാമത്തിൽ ഉപേക്ഷിക്കുന്നു. ദയതോന്നി കേൾക്കണം നല്ല പിതാവേ. ആമേൻ, ആമേൻ.